മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മയും നമ്മെ സ്നേഹിക്കുന്നവരോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണമായി നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വാഴപ്പഴം അറിയോ നിങ്ങൾക്ക്? കായി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടില് മംഗലാപുരത്തുകാരും കായി എന്ന് പറയൂ അല്ലേ? പറയൂലേ? കായി എന്ന് പറയില്ലേ വാഴപ്പഴത്തിന്? പാലേ വെട്ടിലെ ഒരു ഭാഷ, ഇവിടെ ഒരു ഭാഷയാണോ? വെട്ടിലത്തുള്ള ആളുകളോട് ചോദിച്ചപ്പോ പറഞ്ഞത് കായി എന്ന് പറയൂന്നാ. പറയൂലേ? പറയൂ. പിന്നെന്താ പറയാ? ബാല. ബാല. അതുപോലെ മറ്റൊരു പഴമാണ് ചക്ക. അവിടെ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോന്നല്ല, സാധനം നാട്ടിൽ കിട്ടാനുണ്ടോന്നാ ചോദിച്ചത്. ഇത് രണ്ടും തിന്നുന്ന രൂപം, കഴിക്കുന്ന രൂപം വ്യത്യസ്തമാണ് അല്ലേ? പഴം തൊലി കളഞ്ഞു അതിൻ്റെ ഉള്ളിലുള്ള പഴം കഴിക്കൂ. പക്ഷെ ചക്ക അങ്ങനെയല്ല. ചക്ക എറിഞ്ഞിട്ട് നമുക്ക് കൊണ്ടെത്തന്നാല് അതിന്റെ തൊലി എറിഞ്ഞിട്ട് കുരു കടിക്കോ? കടിക്കോ? ഇല്ല. എന്താ കാരണം? അത് കഴിക്കേണ്ട രൂപം നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. അറിയാത്ത ഒരാൾക്ക് ഇത് രണ്ടും കൊണ്ട് കൊടുത്താലോ? വാഴപ്പഴം, ഈ പാല അല്ലെ, ബാല എന്ന് പറയുന്ന സാധനം പേര് വ്യത്യസ്തമാണെങ്കിലും ലോകത്തിന്റെ ഏകദേശ ഭാഗങ്ങളിലും കിട്ടുന്നൊരു സാധനമാണ്. ചക്ക അങ്ങനെ എല്ലാ സ്ഥലത്തും കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ അറബികളോട് ഫാനസ് എന്ന് പറഞ്ഞാൽ തന്നെയും ചിലപ്പോൾ ചില അറബികൾക്ക് ഒന്നും തിരിയൂല. ഫാനസ് അറബി പദമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാകാൻ കുറച്ച് പണിയാ. അങ്ങനെ കണ്ട ഉറക്കു പോകാൻ നല്ലതാ. കാരണം വേറൊരാൾ പെട്ട വിഷയം കേൾക്കാൻ നല്ല രസം ഉണ്ടാവും. എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ഒരു ദിവസം നമ്മളെ നാട്ടിലെ കഞ്ഞി വെച്ച് കൊടുത്തു. കഞ്ഞിയില്ലേ? കഞ്ഞി അറിയില്ലേ? ഇയാള് തീറ്റി കൊണ്ടാണല്ലോ തുടങ്ങുന്നത്. അത് നല്ല ഉന്മേഷം കിട്ടാൻ നല്ല, തിന്നില്ലെങ്കിലും തീറ്റിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഉന്മേഷം ഉണ്ടാവും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, വാപ്പന്റെ വയല് ഞാൻ ചെറുപ്പത്തിലേ കേൾക്കുന്നയാളാണ്. അള്ളാഹു അടുത്തേക്ക് ദീർഘായുസും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. വയലിൽ ധാരാളം പറയുന്നൊരു വിഷയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ ബഹുമാനം. നിങ്ങളും അതുപോലെ ഒരുപാട് ഉസ്താദുമാരെ വയല് കേൾക്കുന്നവരാണ്. നിങ്ങൾ ആരെങ്കിലും അത്തായം കഴിക്കുന്നതിന്റെ ബഹുമാനം വയല് പറയുന്നത് കേട്ടുക്കോ. അത്തായം കഴിച്ചാൽ ഇന്ന ബഹുമാനമുണ്ട്, അത്തായം കഴിക്കുന്നവർക്ക് ഇന്ന ബഹുമാനങ്ങളും ആദരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കേട്ടുക്കോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. വളരെ അപൂർവമാണ് അത്തായത്തിന്റെ ബഹുമാനം പറയല്. അത്തായം കഴിക്കല് സുന്നത്താണ്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ റമദാനിൽ അത്തായം എന്ന് പറയുന്നത് എല്ലാ ദിവസമുള്ള പരിപാടിയല്ല കേട്ടോ. ഇനി ഇന്നു മുതൽ പുതിയൊരു ബിദ്അത്ത് ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ തന്നെ നമുക്കൊക്കെ ഭക്ഷണം കൂടിയ പ്രശ്നമേ ഉള്ളൂ. 5-6 നേരം തിന്നുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് സ്വബൈന്റെ മുമ്പ് ഭക്ഷണം കഴിക്കൽ സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് പുതിയൊരു ബിദ്അത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ സ്ഥാനത്ത് നോമ്പെടുക്കുന്നവർക്ക് അത്തായം കഴിക്കൽ സുന്നത്താണ്. അത് സുന്നത്ത് നോമ്പെടുക്കുന്നവർക്കും സുന്നത്താണ്, ഫർദ് നോമ്പെടുക്കുന്നവർക്കും സുന്നത്താണ്. അപ്പൊ അത്തായം കഴിക്കൽ സുന്നത്താണ്. അതിന്റെ ബഹുമാനം എങ്ങനെ വയല് പറയുന്നത് സാധാരണയായിട്ട് കേൾക്കാറില്ല. റമദാനിൽ ഒരു ദിവസം അത്തായം കഴിക്കാതെ ഉറങ്ങിപ്പോയി. രാത്രിയിൽ തറാവി നിസ്കരിക്കുമ്പോ നിയ്യത്ത് വെക്കുമല്ലോ. അപ്പൊ നോമ്പേതായാലും ഉണ്ട്. അന്നത്തെ ദിവസം എങ്ങനെയിരിക്കും? കാണുന്നവരോടൊക്കെ പറയൂ, ഇന്ന് ഉറങ്ങിപ്പോയി, അത്തായം കഴിക്കാനായില്ല, അതുകൊണ്ട് നോമ്പിന് വല്ലാത്തൊരു ക്ഷീണാണ് ഇന്ന്. എന്നാലും സമാധാനം വരൂല. നോമ്പ് തുറന്ന് കഴിഞ്ഞതിന്റെ ശേഷം ഇയാള് പറയാ, ഇപ്പോഴാ കുറച്ചെങ്കിലും റാഹത്തായി, എന്നാലും പൂർണ്ണ റാഹത്തായില്ല. എന്തേ? അത്തായത്തിൻ്റെതും കൂടി ഇപ്പൊ കഴിച്ചപ്പോഴാ കുറച്ചെങ്കിലും ഒരു സമാധാനമായത്. അത് മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ.
ഭക്ഷണത്തോട് മനുഷ്യന് വലിയ താല്പര്യ. ഇപ്പൊ തന്നെ പയങ്ങളെ പേരൊക്കെ പറഞ്ഞപ്പോ അത്യാവശ്യം വയറ് നിറഞ്ഞവരുണ്ടാവും സദസ്സിൽ. മനുഷ്യന് ഭക്ഷണം എന്ന് പറയുന്ന വലിയ താല്പര്യ. നമ്മളോട് ആരും അത്തായം കഴിച്ചാൽ ഇന്ന് ബഹുമാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടല്ല. പക്ഷേ തഹജ്ജുദിന് ഇത്രയും ബഹുമാനുണ്ട് എന്ന് വയല് പറഞ്ഞു തന്നിട്ടില്ല. വർഷത്തിൽ മുഴുവനായും ഉള്ള തഹജ്ജുദ് നിസ്കാരം, വർഷത്തിലൊരു മാസമല്ല, വർഷത്തിൽ മുഴുവനായും അവസരമുള്ള തഹജ്ജുദ് നിസ്കാരം ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ നമുക്ക് എത്രയാ അതിന്റെ സങ്കടല്ലേ. നമുക്കൊരു വിഷമവുമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ ചില ആളുകൾക്ക് തഹജ്ജുദ് നിസ്കാരം എന്താ പറഞ്ഞതെന്ന് ചിലർക്ക് മനസ്സിലായില്ല. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന് വലിയ താല്പര്യം. ഈ സുഹൃത്തുക്കൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തപ്പോ ഞാൻ നോക്കുമ്പോ അവര് കഞ്ഞിയിലുള്ള വെള്ളം ഇങ്ങനെ വറ്റിക്കാൻ അധ്വാനിക്കാതെ. ഞാൻ ചോദിച്ചു അതെന്തിനാ? അപ്പൊ എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടോ? ഇത് ചോറുണ്ടാക്കിയിട്ട് കൊളായിട്ട് ഞങ്ങളെ പറ്റിക്കല്ലേ നിങ്ങള്? ഇങ്ങനെ ഇത് ഒന്നിച്ച് കുടിക്കുന്ന പരിപാടി നിങ്ങളെ നാട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ കഞ്ഞി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. എന്താണ് അവരെങ്ങനെ വെള്ളം വറ്റിക്കാനുള്ള കാരണം? അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. അവര് തന്നെ ഒരു ദിവസം എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നു. അതിന്റെ കുരുവാ കഴിക്കേണ്ടത്, അതിലുള്ള വെള്ളം ഒഴിവാക്കേണ്ടതാ. ഞാൻ വെള്ളം കുടിച്ചു കുരു ഒഴിവാക്കി കളഞ്ഞു. എനിക്കറിയില്ല എങ്ങനെ കഴിക്കണമെന്ന്, എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒരു ഭക്ഷണം ആരാണോ പാകം ചെയ്തത് അവനിക്കാണ് അതെങ്ങനെ കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം എന്നറിയുന്നത്, അല്ലേ? ഭക്ഷണം പറഞ്ഞത് വളരെ പെട്ടെന്ന് മനസ്സിലാകാനാണ്. ഇപ്പൊ ചില ആളുകൾക്ക്, ചില കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണം, അല്ലേ? ഉറങ്ങണമെങ്കിൽ മൊബൈൽ കൊടുക്കണം. നമ്മൾ പറയുന്നത് പോലെ മക്കൾ കേൾക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണം. അപ്പൊ അത്തരം ആളുകൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഭക്ഷണത്തെക്കാൾ കൂടുതൽ മൊബൈലിനെ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. മൊബൈൽ ഫോണ് സൃഷ്ടിച്ച ഉണ്ടാക്കിയ ഒരാളുണ്ട്, അത് കണ്ടുപിടിച്ച ഒരാളുണ്ട്. അയാളെ വിവരം ഉപഭോക്താക്കളായ നമുക്കുണ്ടാകൂല. ഉണ്ടാവോ? അത് ഉണ്ടാക്കിയ ആളെ വിവരം നമുക്ക് ഉണ്ടാവോ? എന്നാലും പരമാവധിയൊക്കെ മൊബൈലിനെ പറ്റി ഞങ്ങൾക്ക് അറിയാം. അതൊക്കെ അതിൽ സംശയമില്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ അത് ഉണ്ടാക്കിയ ആളുടെ വിവരം ആർക്കില്ല? ഉപയോഗിക്കുന്ന ആളുകൾക്കില്ല. ഇത് നമ്മൾ ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും അത് ഉണ്ടാക്കിയവന്റെ വിവരം ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാകൂല. ഇത് തന്നെയാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്. അവന്റെ വിവരത്തെ മറികടക്കുന്നൊരു സൃഷ്ടി അതില്ല. അള്ളാഹുവിനേക്കാൾ വിവരമുള്ള ഒരാള് അങ്ങനെ ഒരാളില്ല. അള്ളാഹുവിന്റെ വിവരത്തെ മറികടക്കുന്ന ഒരാള് അങ്ങനെ ഒന്നില്ല. അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ളവൻ. മനുഷ്യനെ കുറിച്ചും സർവ്വ സൃഷ്ടികളെ കുറിച്ചും അറിവുള്ളവൻ അവനാണ്. അവനേക്കാൾ വിവരമുള്ളവൻ അങ്ങനെ ഒന്ന് ഇല്ല. പിന്നെയല്ലേ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യൻ അല്ലാഹു തആല ബുദ്ധി നൽകിയിട്ടുണ്ട്. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർള് വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്, സംശയമില്ല. ഖുർആൻ തന്നെ നമ്മളോട് പറയാണ്, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കും അവിടെ ജീവിക്കുന്നവർക്കുമെല്ലാം മനുഷ്യനല്ലാത്ത സൃഷ്ടികൾക്ക് നമ്മൾ അമാനത്തിനെ വെളിവാക്കി കൊടുത്തു. മഹാന്മാരായ മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു, അതേ ബുദ്ധി കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. പർവ്വതത്തോട് ചോദിച്ചു, ആകാശത്തോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു. ചില മഹാന്മാർ അർത്ഥം പറഞ്ഞു, അവിടെ ജീവിക്കുന്നവരോട് ചോദിച്ചു. വസ്അലുൽ ഖറയ, നാട്ടിനോട് ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞതുപോലെ നാട്ടുകാരോട് ചോദിച്ചു നോക്കി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാന്മാര് മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ
പർവ്വതത്തിനും ഭൂമിക്കും ആകാശത്തിനുമൊക്കെ അമാനത്ത് വെളിവാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്ത അവിടെയുള്ള സൃഷ്ടികൾക്ക് വെളിവാക്കി എന്നാണ് എന്ന് പറഞ്ഞു ചില ആളുകൾ. ചില മുഫസ്സിറുകൾ പറഞ്ഞു അങ്ങനെയല്ല, പർവ്വതത്തിനും ഭൂമിക്കും അതുപോലെ ആകാശത്തിനും തന്നെ ആ സൃഷ്ടിക്ക് തന്നെ ബുദ്ധിയെ വെളിവാക്കി കൊടുത്തു. പക്ഷേ അവരത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ പോലെ തതയെ കാണിച്ചു എന്നല്ല, ഇബ്ലീസിനെ പോലെ നമ്മൾ റബ്ബിനോട് കഴിയൂല എന്ന് പറഞ്ഞതല്ല, മറിച്ച് താഴ്മയോടെ അവർ പറഞ്ഞു, അല്ലാ നീ ഞങ്ങൾക്ക് ബുദ്ധി തന്നാൽ ബുദ്ധി അനുസരിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം, ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ചെയ്യാതിരുന്നാലോ നീ ഞങ്ങളെ നരകം കൊണ്ട് ശിക്ഷിക്കും, ഞങ്ങൾക്കത് താങ്ങാൻ കഴിയൂല. അല്ലാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു, അല്ലാഹു അവരെ നിർബന്ധിച്ചില്ല. പക്ഷേ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. മനുഷ്യന് ബുദ്ധിയെ കൊടുത്തപ്പോ വഹമലഹൽ ഇൻസാൻ മനുഷ്യനത് ഏറ്റെടുത്തു. മനുഷ്യൻ ബുദ്ധി വേണമെന്ന് താല്പര്യപ്പെട്ടു, ബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ചു സ്വർഗം സതിയെ മത്സരിച്ച് നേടുമെന്നവര് പറഞ്ഞു. റബ്ബ് അവരോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ, നീ ഞങ്ങളെ റബ്ബാണെന്നതിന് ഞങ്ങൾ സാക്ഷിയാണ്. മനുഷ്യനത് സാക്ഷ്യം വഹിച്ച് മനുഷ്യന് ബുദ്ധി ഏറ്റെടുത്തു. മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കും. ഫഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ആ ബുദ്ധി ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ കൂട്ടത്തിൽ ഇരുട്ടിൽ ജീവിക്കുന്നവരുണ്ട്, വിവരമില്ലാത്തവരുണ്ട്. എത്ര വലിയ വിവരം കെട്ടവരാണവർ. ഖുർആൻ ചോദിക്കുകയാണ്, എത്ര വലിയ ഇരുളിലാണ് അവർ ജീവിക്കുന്നത്. അവർ സ്വയം ചോദിച്ചപ്പോൾ ഏറ്റെടുത്തു, പക്ഷേ അവർ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചില്ല, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചില്ല, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചില്ല. അവരെത്ര വലിയ ഇരുട്ടിലുള്ളവരാണ്, അവരെത്ര മോശക്കാരാണ്, അവരെത്ര വിവരമില്ലാത്തവരാണ്. ഖുർആൻ ചോദിക്കുകയാണ്, മനുഷ്യന് അല്ലാഹു തആല ബുദ്ധി നൽകി, ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ചിന്തിക്കണം. പക്ഷേ ചിന്തിച്ചിട്ട് അല്ലാഹ് പറഞ്ഞ നിയമങ്ങളെ മറികടക്കുന്ന ചിന്തക്ക് നമ്മൾ പോകരുത്. അല്ലാഹ് പറഞ്ഞ അതേ ചിന്തക്ക് മറികടക്കാൻ നമ്മൾ പോകരുത്. ചിന്തിക്കണം, പക്ഷേ പരിധി വിട്ട് ചിന്തിക്കരുത്. ഏതുപോലെ ഒരാൾ ചിന്തിക്കുക, സുബഹിസ്കാരം കഴിഞ്ഞു, പിന്നെ ലോഹർ വരെ സമയമുണ്ട്, ലോഹർസ്കാരം കഴിഞ്ഞു, അസർ വരെ സമയമുണ്ട്, അതൊക്കെ അത്യാവശ്യ സമയമുണ്ട്. പക്ഷെ മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ തീരെ സമയമില്ലല്ലോ. അതിനെന്താ ഒരു മാറ്റം വരുത്തിയാൽ? അതിന്തിനാണ് അല്ലാഹു തആല എങ്ങനെ വെച്ചത്? നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ നമ്മളെ കയ്യിലില്ല. വമാ ഊതീതുൽ ഇൽമ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ വിവരമല്ലാതെ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. വളരെ കുറഞ്ഞ അറിവേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ആ അറിവനുസരിച്ചേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. അല്ലാഹുവിനെ കുറിച്ച് ഒരാൾ ചിന്തിക്കുകയാണ്, ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോലെ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അപ്പോഴല്ലേ ബിദ്അത്തിന്റെ ആളുകളും നമ്മളും വിപരീതമാകുന്നത്. അവര് ചിന്തിച്ചപ്പോൾ കൈ എന്ന് കഥയെ യദ് എന്ന് ഖുർആനിൽ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ കൈ എന്നവരർത്ഥം വെച്ചു. വജ്ഹ് എന്ന് കണ്ടപ്പോൾ അവർ അല്ലാഹുവിന്റെ മുഖം എന്നർത്ഥം വെച്ചു. അതുപോലെ അത്തരം പ്രയോഗങ്ങൾ കണ്ടപ്പോൾ ഖുർആൻ മന്തിഖിയായ പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ അവര് പച്ചയായി അതിനർത്ഥം എഴുതി. അള്ളാന്റെ മുഖം എന്നവരർത്ഥം വെച്ചു. അള്ളാഹുവിന്റെ ഭാഗങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു. അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹ്ക്ക് കാലുണ്ട് എന്ന് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു അള്ളാന്റെ ഒരു കൈയിൽ ആകാശം, ഒരു കൈയിൽ ഭൂമി. ഒരിക്കൽ പറഞ്ഞു രണ്ട് കൈയിലും ആകാശം ഭൂമി. ഒരു ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹിനെ ഇതുവരെ തീരുമാനാക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അവര് പച്ചയായ അർത്ഥം വെച്ചു. അല്ലാഹു തആലയും അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ച ആശയത്തെക്കാൾ കൂടുതൽ അവർ മറികടക്കാൻ ശ്രമിച്ചു. അവര് പഠിപ്പിച്ച ആശയങ്ങൾ മനസ്സിലാകുന്ന താബീങ്ങളും ഇമാമിങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അവർ ഇമാമിങ്ങൾ വേണ്ട,
മുൻഗാമികള് വേണ്ട, മഹാന്മാരായ സഹാബത്ത് പറഞ്ഞു എന്നത് വേണ്ട. അവർ ചിലപ്പോൾ ബുഖാരി ഇമാമിനെ അവർ തള്ളിക്കളഞ്ഞു, ചിലപ്പോൾ അവർ മഹാന്മാരെ തള്ളിക്കളഞ്ഞു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ തള്ളിക്കളഞ്ഞു, മദ്ഹബിന്റെ ഇമാമികളെ തള്ളിക്കളഞ്ഞു. തള്ളിയപ്പോൾ അല്ലാഹു അവരെയും തള്ളിക്കളഞ്ഞു. അവരവസാനം അല്ലാഹനെ തന്നെ തീരുമാനാക്കാൻ കഴിയാത്ത കോലത്തിലായി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അതേ നിക്കാഹിന്റെ ഖുതുബ അത് ബിദ്അത്താണെന്ന് അവരെഴുതുകയാണ്. എപ്പോ 2016 അല്ലെങ്കിൽ 2015 അവസാനത്തില് നിക്കാഹിന്റെ ഖുതുബ ബിദ്അത്താണെന്ന് എഴുതി വെക്കുകയാണ്. നിക്കാഹിന്റെ ഖുതുബ ബിദ്അത്താണ്, അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ അവര് പറഞ്ഞത്? സ്വന്തം ബാപ്പന്റെ നിക്കാഹ് ബിദ്അത്തോടെ നടന്നൊരു നിക്കാഹായി അവർ പ്രഖ്യാപിക്കാൻ ഒരു മടിയില്ലാതെയായി പോയി. എന്താ കാരണം? അവരെ ദീൻ ഇതുവരെ തീരുമാനമായില്ല, ഇപ്പോഴും തീരുമാനാകാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനവും അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത് മുതൽ ഇതുവരെ തീരുമാനമായില്ല. അവരെ മുൻഗാമികളൊക്കെ പേച്ചവര്, സ്വന്തം ഉസ്താദായിരുന്ന ഉസ്താദുമാരി, അവരെ ഉസ്താദുമാരി, മുജാഹിദ് മൗലവിമാരി, അവരൊക്കെ പേച്ചവര്, അവരൊക്കെ വിദേഹത്ത് ചെയ്തവര്. ഇപ്പോഴുള്ള മൗലവിമാര് മാത്രമേ വിദേഹത്തുള്ള നല്ല നിലക്ക് ജീവിക്കുന്നവര്, അവർ വിദേഹത്തില്ലാത്തവര്. ഇതുവരെ കഴിഞ്ഞവരൊക്കെ വിദേഹത്തുള്ളവര്, ഇപ്പോഴും തീരുമാനമായില്ല. എന്താ കാരണം? പരിധി വിട്ട് ചിന്തിച്ചതാ. അതേ ഇമാമിങ്ങളെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവർ മറികടക്കാൻ ശ്രമിച്ചു. ഇമാമിങ്ങളെ അവർ തള്ളിക്കളഞ്ഞു, മഹാന്മാരെ അവർ തള്ളിക്കളഞ്ഞു, സാലിഹീങ്ങളെ അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ടോ അവര് പള്ളിയിൽ പെണ്ണ് വേണമെന്ന് പ്രഖ്യാപിച്ചു. പള്ളിയിൽ നിസ്കരിക്കാൻ പെണ്ണ് വേണമെന്ന് പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനതേ ഒരു പെണ്ണും പള്ളിയിൽ പോയതായി കണ്ടിട്ടില്ല. അപ്പൊ ചിലർ ചിന്തിച്ചു, ഷാഫി ഇമാമിനേക്കാൾ വിവരമുള്ള ആളാകണമെങ്കിൽ അതിനും വലുത് കാണണം, ഷാഫി ഇമാമിനേക്കാൾ വലിയ വിവരമുള്ള ആളാകണം, അതിന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാത്തത് പറയണം. അതുകൊണ്ട് പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുവരാനോ ദായിയിൽ അവര് തീരുമാനമെടുത്തു. അതേ അവര് ഇമാമിങ്ങളെ തള്ളിക്കളയാൻ തുടങ്ങി, അവര് വലിയ ബുദ്ധിയുള്ളവരാകാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കണം, പക്ഷേ മറികടന്ന് ചിന്തിക്കുന്നവരാകരുത്. ന്യായങ്ങൾ ഉണ്ടാകാം, കേട്ടു നോക്കിയാൽ നല്ല ന്യായമായിരിക്കും. നിങ്ങൾ നോക്ക്, പുരുഷനും പെണ്ണും ഒരുപോലെയാണ് എന്നൊരു വാദക്കാര് വരികയാണ്. ഇപ്പോ പുരുഷനും പെണ്ണും ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയോ? ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയോ? പുരുഷനും പെണ്ണും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? നാഖിസാത്തുൽ അഖ്ൽ, സ്ത്രീകൾ ബുദ്ധി കുറഞ്ഞവരാ, സ്ത്രീകൾ ബുദ്ധി കുറഞ്ഞവരാ എന്ന് മനസ്സിലാക്കി. സ്ത്രീകൾക്ക് തീരെ ബുദ്ധിയില്ല എന്നല്ല, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ബുദ്ധി കുറഞ്ഞവരാ. സ്ത്രീകൾ പുരുഷന്മാരെ മറികടക്കുന്ന ബുദ്ധിയുള്ളവരല്ല. അപ്പൊ ചിലർ ചിന്തിക്കുകയാണ്, ആയിഷ ബീവിനെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളാണോ ഞങ്ങള്? അത്ര മറികടക്കുകയും വേണ്ട, നമ്മൾ അധികം വലുതാകണ്ട. പക്ഷേ മൊത്തത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ബുദ്ധി കുറവുള്ളവരാ. മുസ്ലിയാരെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഡോക്ടറില്ലേ? സ്ത്രീകളുടെ കൂട്ടത്തിൽ ബഹിരാകാശത്ത് പോയവരില്ലേ? ഇന്ത്യയിൽ തന്നെ ഇല്ലേ? ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, ഒറ്റപ്പെട്ടതുണ്ടാകാം. പക്ഷെ പുരുഷന്മാരെ അത്ര സ്ത്രീകൾ പുരോഗമിച്ചിട്ടില്ല, അത്ര ബുദ്ധി സ്ത്രീകൾക്ക് അന്ന് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തത് എന്തിനാ വാദിക്കാൻ പോകുന്നത്? ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു ദിവസം പരിപാടി കഴിഞ്ഞ് വരുമ്പോ വഴിയിൽ വെച്ച് എന്റെ കൂടെയുള്ള ആള് കാണിച്ചു തന്നു, വണ്ടിയുടെ ടയർ പൊട്ടിയിട്ട് ഒരു പെണ്ണിങ്ങനെ കരയുന്നു. എന്ത് പ്രശ്നം? വണ്ടിയുടെ ടയർ പൊട്ടിയതാ. സംഭവം ടയർ മാറ്റിയ പ്രശ്നം കഴിഞ്ഞു. സ്റ്റെപ്പിനിന്റെ ടയർ എടുത്തിട്ട് കൊടുത്താൽ മതി. പക്ഷെ ടയർ പൊട്ടിയപ്പോ ഈ പെണ്ണിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പിന്നെ കരയാ. അങ്ങനെയുണ്ട്. സ്ത്രീകൾക്ക് അത്രയേ അല്ലാഹു തആല ബുദ്ധി കൊടുത്തിട്ടുള്ളൂ. ചിലപ്പോ നമ്മൾ വലിയ കാര്യമായിരിക്കും പറയുന്നത്. അതുകൊണ്ടല്ലേ ഭർത്താവ് ചിലപ്പോ ജോലിയുടെ കഠിന തിരക്കിലായിരിക്കും. ഭാര്യ വിളിച്ചപ്പോ, ഞാൻ ജോലി തിരക്കില്ല. എപ്പോഴാ നിങ്ങൾക്ക് ജോലി തിരക്കല്ലാത്ത സമയം? ഇങ്ങ് ജോലിയുടെ വലിയ ബേജാറിലാണ്, വലിയ ഉത്തരവാദിത്വത്തിലാണ്. അത് വേണ്ട പോലെ പൂർത്തീകരിച്ചില്ലെങ്കിൽ എല്ലാ ജനക്കും ജോലിക്ക് ബാധിക്കും. അതൊന്നും ഓളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓള് വിളിക്കുമ്പോ ഇപ്പൊ ലേശ ജോലിന്റെ തിരക്കില്ല. എപ്പോഴാ നിങ്ങൾക്ക് ജോലിന്റെ തിരക്കല്ലാത്ത സമയം? എപ്പോഴാ നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാകല്? അത് പെണ്ണിന്റെ സ്വഭാവമാണ്. അത് സ്ത്രീകൾക്ക് അല്ലാഹു തആല പുരുഷന്മാരെ അത്ര ബുദ്ധി കൊടുത്തിട്ടില്ല. എന്നോട് വെറുപ്പിടിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, നഖ്സാത്തുൽ അഖ്ൽ, അവർക്ക് ബുദ്ധി കുറവാ. പുരുഷന്മാരെ അപേക്ഷിച്ച് ബുദ്ധി കുറവാ എന്ന് മനസ്സിലാക്കി. തീരെ ബുദ്ധിയില്ല എന്നല്ല. പക്ഷേ ഒരു കൂട്ടം ആളുകൾ പറയുന്നു, പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെയാണ്, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. അതിനുവേണ്ടി കുറെ ആളുകൾ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. ഓ എന്റെ ഈമാനുള്ള മൂമിനെ, എന്താണ് ഇസ്ലാം? ഇസ്ലാം പോലെ പൂർണ്ണമായൊരു മതം ലോകത്ത് വേറെയുണ്ടോ?
ഇസ്ലാം പോലെ ഇത്രയും സുന്ദരമായ ഒരു മതം ലോകത്ത് നമുക്ക് വേറെ കാണിക്കാനുണ്ടോ? ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ ഈ പ്രാവശ്യം 2-3 ആഴ്ച മുമ്പ് വിദേശത്ത് നിന്ന് വരുമ്പോ എന്റെ വലത് ഭാഗത്തിരുന്നത് ഒരു ക്രിസ്ത്യാനി സുഹൃത്താണ്, ഇടത് ഭാഗത്തിരുന്നത് ഒരു ഹൈന്ദവ സുഹൃത്താണ്. ഞാൻ നടുവിലിരുന്നു. ഞാൻ പലപ്പോഴായി അവരെ ശ്രദ്ധിച്ചു, പക്ഷെ അവരെന്നെ നോക്കുന്നില്ല. അവരെ കയ്യിലുള്ളൊരു വസ്തു വീണുപോയപ്പോ ഞാൻ എടുത്തു കൊടുത്ത് അവരെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ചിരിച്ചപ്പോൾ ഇയാൾ എന്നോട് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ചോദിക്കുന്നതിന് വിഷമം തോന്നരുത്, പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, നിങ്ങളെ മുസ്ലിം പണ്ഡിതന്മാർക്ക് അന്യമതസ്ഥരോട് ചിരിക്കാൻ പറ്റുമോ? എന്താ ചോദ്യം? നിങ്ങളെ മുസ്ലിം പണ്ഡിതന്മാർക്ക് അന്യമതസ്ഥരോട് ചിരിക്കാൻ പറ്റുമോ എന്നാണ് ഇയാളെ ചോദ്യം. ഞാൻ അയാളോട് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്, നീ നിന്റെ സഹോദരനോട് ചിരിച്ചാൽ അത് ധർമ്മമാണ്, നിന്റെ പുഞ്ചിരി ധർമ്മമാണ്. ഞാൻ നിങ്ങളോട് ഇപ്പൊ ചിരിച്ചില്ലേ, ആ ചിരിച്ചതിന് എന്റെ റബ്ബെനിക്ക് ആഖിറത്തിൽ ഗുണം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിൽ എന്റെ റബ്ബ് ഗുണം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്, ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചോദിക്കുന്നതിനൊരു കുഴപ്പമില്ല, മറുപടി എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയും, അറിയില്ലെങ്കിലോ അറിയില്ല എന്ന് പറയും. പക്ഷേ അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ മതത്തെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കുട്ടിയാണ്, ഞാനൊരു ചെറിയ കുട്ടിയാണ്, ഞാനിപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്റെ പഠന പുരോഗതിക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമിനേറ്റി തരണം റഹ്മാനെ. ഞാൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ മറുപടി തരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്ന മറുപടി നിങ്ങൾക്ക് തൃപ്തിയാകാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്റെ മതത്തെ തെറ്റിദ്ധരിക്കരുത്. അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും. എന്നിട്ടോ നിങ്ങൾക്ക് ആ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ വിവരമുള്ള എന്റെ ഉസ്താദുമാരുണ്ട്, എന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരുണ്ട്, ഞാൻ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ ഞാനിപ്പോ മറുപടി തന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ധൈര്യത്തിൽ ചോദിച്ചോ, ഞാൻ ധൈര്യത്തിൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. എന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചു അയാളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. പുഞ്ചിരി ധർമ്മമാണെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടെ മതം പറഞ്ഞിട്ടില്ല. മുസ്ലിമിനോട് ചിരിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്, നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നീ ചിരിച്ചാൽ നിനക്ക് പുഞ്ചിരി ധർമ്മമാണ്, അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. അത് ഏത് മതക്കാരനോട് ചിരിച്ചാലും ഞങ്ങൾക്ക് പ്രതിഫലമാണ്. അപ്പൊ ഇയാൾ എന്തായാലും ചോദിക്കുമെന്ന് എനിക്കറിയാം. ഇയാൾ അടുത്ത ചോദ്യം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമായി, എനിക്ക് വലിയ സന്തോഷവുമായി. എന്താ ചോദ്യം? നിങ്ങൾ മുസ്ലിമീങ്ങൾ ഭരിക്കുന്ന നാടുകൾ മുഴുവനും പ്രശ്നമല്ലേ? സിറിയയിൽ പ്രശ്നമാണ്, യമനിൽ പ്രശ്നമാണ്. അൽ ഈമാനു യമാനിയുൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാൻ യമനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് റസൂലുള്ള പറയുന്നു. അവിടെയും പ്രശ്നം തന്നെ. സൗദിയിലും പ്രശ്നം, ചില സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും പ്രശ്നം തന്നെ. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്നല്ലേ ലോകം മുഴുവനും പറയുന്നത്. ഞാൻ ഇയാളോട് പറഞ്ഞു, ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, യൂഷിക്കു അൻ യഅതി അലന്നാസി സമാൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യനൊരു കാലം വരാനുണ്ട്, അതേ നിങ്ങൾക്കൊരു കാലം എത്തിച്ചേരാനുണ്ട്. യൂഷിക്കു അൻ യഅതി അലന്നാസി സമാൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിഷ്കളങ്കരായ വിശ്വാസികളായ സൽക്കർമ്മികളായ നല്ല തുറന്ന മനസ്സുള്ള വിശ്വാസം മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമായ ഈമാനുള്ള സ്വഹാബത്ത്, ആ സ്വഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, യൂഷിക്കു അൻ യഅതി അലന്നാസി സമാൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മു. ഒരു കാലം മനുഷ്യന് വരും, ആ കാലഘട്ടം പേരുകൊണ്ടവര് മുസ്ലിമീങ്ങളാണ്, പക്ഷെ അവരിൽ ഇസ്ലാമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ആളുകൾ അധികരിച്ചു വരുന്നൊരു കാലം വരും. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിന്റെ കോപ്പികൾ ധാരാളമുണ്ട്,
ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്നവരെ കിട്ടാനില്ല. ഖുർആൻ ഓതുന്നവർ കുറഞ്ഞുപോയി. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഞങ്ങളെ നേതാവ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന മുസ്ഹഫ് 2 ചട്ടക്കൂടിൽ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു മുസ്ഹഫ് ഒറ്റയുമില്ല. അല്ലെ, എല്ലാവർക്കും അറിയാലോ, ഒന്നുപോലും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ 2 ചട്ടക്കുള്ളിൽ ഒതുക്കിയിട്ട് ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിയ ഒരു കോപ്പി പോലും ഇല്ല. എന്നാൽ അന്ന് സഹാബത്ത് ഖുർആൻ ഓതിയില്ലേ? ഖുർആൻ എത്രയാ അവരോദിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയില്ലേ? സഹാബത്ത് ഓതിയില്ലേ? എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിൽ നല്ല ഖിറാഅത്തുള്ള ആളുകളെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് ഓത്ത് കേൾക്കാനിരുന്നില്ലേ? ചോദിക്കട്ടെ മുസ്ലിമേ, ഒറ്റ ഖുർആനും അന്ന് ഇല്ല. ഖുർആൻ എന്ന ഗ്രന്ഥം ഇല്ല എന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് നമ്മൾ കാണുന്ന 2 ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഉള്ള ഖുർആൻ അന്ന് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തന്നെ ഖുർആനിന്റെ പൂർത്തീകരണം നടന്നിട്ടുണ്ട്. ഖുർആൻ പൂർത്തീകരണം നടന്നിട്ടുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ 2 ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഖുർആനില്ല. പക്ഷേ ഖുർആൻ ഓതുന്നവരോ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അത് ഏകദേശ ആളുകളും ഖുർആൻ ഓതുന്നവരാണ്. ഇനി നമ്മളൊന്ന് പരിശോധിക്കണം, ഈ സദസ്സിൽ ഇപ്പൊ എത്ര ഖുർആനുണ്ട്? ഈ സദസ്സിൽ ഇപ്പൊ എത്ര ഖുർആനുണ്ട്? ചോദിച്ചത് മനസ്സിലായോ? എത്ര ആളുകളെ കയ്യിൽ ഖുർആനുണ്ട്? കയ്യിൽ മൊബൈൽ ഫോണിലുള്ളവരില്ലേ? മൊബൈൽ ഫോണിൽ ഏകദേശ ആളുകളെ മതി. മൊബൈൽ ഫോണിലും ഖുർആനില്ലേ? ഇല്ല എന്ന് ചിലപ്പോ ചില ആള് പറയും. അവരോട് ഞാൻ പറയുന്നത്, നിർബന്ധമായി ഡൗൺലോഡ് ചെയ്യണം. കാരണം എന്താണ്? മൊബൈൽ ഫോണിൽ എപ്പോഴും ഖുർആൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഖുർആൻ ഓതണമെന്ന് ആഗ്രഹിച്ചിട്ട് കയ്യിൽ ഖുർആൻ ഇല്ലാത്തതിന്റെ പേരിൽ ഓതാതെയായി പോകണ്ട. അതേ, ഖുർആൻ തെറ്റാതെ കോപ്പികളുള്ള ചില സോഫ്റ്റ്വെയറുകളുണ്ട്, തെറ്റില്ലാത്ത സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടെങ്കിലും അറിയാതെ മൊബൈലിൽ കളിക്കുമ്പോഴെങ്കിലും ഓതിപ്പോകണം. ഏകദേശ ആളുകൾ മൊബൈലിലും ഉണ്ടാകും. പ്രത്യേകിച്ചും മംഗലാപുരം ഭാഗത്തായതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങൾ അധികരിച്ചുള്ള ആളുകളായതുകൊണ്ട് എന്തായാലും നിങ്ങളൊക്കെ കയ്യിൽ മൊബൈലിൽ ഖുർആനിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര ഖുർആൻ ഉണ്ടാവും ഇപ്പോ? നിങ്ങൾ നോക്കിയോ, ഓരോരുത്തരുടെയും കയ്യിൽ ഖുർആനാണ്. എല്ലാവരുടെ കയ്യിലും ഖുർആനുണ്ട്. അതും ഇല്ലാന്ന് വെച്ചോ, വീട്ടിൽ പോയി നോക്കി എത്ര ഖുർആൻ ഉണ്ടാവും? ഖുർആന്റെ കോപ്പിക്ക് വല്ല കുറവുണ്ടോ? ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. കോപ്പികളല്ലാതെ കിട്ടൂല. ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്നവർ കുറഞ്ഞു വരുന്ന കാലം വരുമെന്ന്, ഖുർആൻ ഓതുന്നവർ കുറഞ്ഞു വരുന്ന കാലം വരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തൊരു സത്യമായ വാക്കാണ്! ഖുർആനിന്റെ കോപ്പി ധാരാളം കിട്ടാനുണ്ട്, പക്ഷേ ഓതുന്നവരെ കിട്ടാനില്ല. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പേരുകൊണ്ട് മുസ്ലിമായതുകൊണ്ട് മുസ്ലിമാകൂല. മുസ്ലിം പേരുള്ളവൻ ഒരാശയം പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ആശയമാകൂല. എന്നാലും ഞാൻ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരോട് പറയുന്നു, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കൂട്ടുകാരോട് പറയുന്നു, വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാരോട് ഞാൻ പറയുന്നു, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഫേസ്ബുക്ക് ഉപയോഗിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വാട്സപ്പ് ഉപയോഗിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചിലപ്പോൾ വയലിന് വന്നവരൊക്കെ ചിലപ്പോൾ വാട്സപ്പിൽ വിവരം അറിഞ്ഞു വന്നവരായിരിക്കും. അത്ര നന്മകളൊക്കെ വാട്സപ്പിൽ ഉണ്ടാകും, ഫേസ്ബുക്കിൽ ഉണ്ടാകും. ഈ പറയുന്ന ഞാൻ തന്നെ ഇവിടെ വയലിന് എന്നെ ക്ഷണിച്ചത് വാട്സപ്പിലാണ്. ഇവിടെ വയലിന് എന്നെ ക്ഷണിച്ചത് വാട്സപ്പിലാണ്. ഞാൻ വിദേശത്താണ്, എന്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതാണ്. അതുകൊണ്ട് നാളെ മുതൽ എല്ലാവരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ നിൽക്കരുത്, നമുക്ക് മറുപടി തരാൻ കഴിയൂല. അതേ സ്ഥാനത്ത് അത്തരം നന്മകളൊക്കെ ഉണ്ടാകാം, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നുകൊള്ളണം എന്നുമില്ല.
പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഫേസ്ബുക്കിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോ, വാട്സപ്പിൽ ഒരു കാര്യം നമ്മൾ എഴുതി വിടുമ്പോ 100 വട്ടം ചിന്തിച്ചിട്ടല്ലാതെ നമ്മൾ എഴുതി പോകരുത്. 100 വട്ടം ആലോചിച്ചിട്ടല്ലാതെ എഴുതി പോകരുത്. കാരണം മുസ്ലിം നാമധാരിയായ നമ്മുടെ പേരില് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാ ദിക്കുകളിലുള്ള മുഅ്മിനീങ്ങൾക്കും അല്ലാത്തവർക്കും അത് കാണാൻ കഴിയും. നമ്മളിട്ട ഫേസ്ബുക്കിലിട്ട അതേ വാദങ്ങളും നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്നതും കാണാനും നോക്കാനും എല്ലാവർക്കും കഴിയും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിവില്ലാതെ അതിൽ എഴുതി വെച്ചാൽ, വിവരമില്ലാതെ എന്തെങ്കിലും ഒരു